മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ഇനോർഗാനിക്കിനകത്ത് ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ +2 ലെവലിലുള്ള നിങ്ങൾ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആ ഒരു +2 ലെവലിലുള്ള എക്സാംസൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിക് ട്രെൻഡ്സ് അല്ലെങ്കിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്കൊരു ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോ കൊണ്ടോ പഠിച്ച് തീർക്കാൻ പറ്റുന്ന, വളരെ 1 മണിക്കൂറോ താഴെ പഠിച്ച് തീർക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിനകത്ത് മോഡേൺ പീരിയോഡിക് ടേബിൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അതിൻ്റെ കുറച്ച് ടെർമിനോളജീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ മൊത്തത്തിൽ ആ പീരിയോഡിക് ടേബിളിനെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ബ്ലോക്കുകളായിട്ട് നമ്മൾ തിരിക്കുന്നു. അവരുടെ കോൺഫിഗറേഷൻ എന്താണ്, അവരുടെ പ്രത്യേകതകൾ, അവരുടെ പ്രോപ്പർട്ടീസ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ പീരിയോഡിസിറ്റി എന്താണ്, പീരിയോഡിസിറ്റി എന്തൊക്കെ ട്രെൻഡ്സ് ആണ് നമുക്കുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിലബസിനകത്ത് അറ്റോമിക് റേഡിയസും അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇത് രണ്ടുമാണ് ഫോക്കസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ സ്റ്റിൽ അയണൈസേഷൻ എനർജിയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് അയണൈസേഷൻ എനർജിയും കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് അവിടുത്തെ കുറച്ച് ടോപ്പിക് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അത് ബെനിഫിറ്റ് നിങ്ങൾക്കാണ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് നേരെ കയറാം. സോ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു പീരിയോഡിക് ടേബിളിനകത്ത് നമ്മൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നു. സോ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ചില പ്രോപ്പർട്ടീസ് മാറുന്നു. അതുപോലെ തന്നെ ഡൗൺ ദ ഗ്രൂപ്പ് വരുന്ന സമയത്ത് ചില പ്രോപ്പർട്ടീസ് മാറുന്നു. സോ ആദ്യം നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ, ആ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ള കൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത് വന്ന എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ്, ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് സംഭവിക്കും, ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് സംഭവിക്കും, ഇനി എന്തെങ്കിലും എക്സെപ്ഷണൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടോ. സോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, സോ ആദ്യം നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ സ്റ്റിൽ നിങ്ങളത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ എക്സാമൊക്കെ കെമിസ്ട്രി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ആദ്യമായിട്ട് എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്ത ആരാണ്, അല്ലെങ്കിൽ ആ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ എവല്യൂഷൻ എന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് അവിടെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്കത് കഴിഞ്ഞിട്ട് കയറാം. സോ ഫസ്റ്റ് എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ലവോസിയർ ആണ്. സോ ലവോസിയർ എലമെൻറ്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. സോ അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഡൊബേറിയർ വരുന്നു. ഡൊബേറിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡൊബേറിയർ ട്രയാഡ്സ് എന്നാണ് വിളിച്ചത്. അദ്ദേഹം ABC 3 എലമെൻറ്റ്സിനെ ഒരു ഗ്രൂപ്പാക്കി ക്ലാസിഫൈ ചെയ്യുന്നു. സോ എന്നിട്ട് അദ്ദേഹം പറയുന്നു മിഡിൽ എലമെൻറ്റ്, നടുക്കത്തെ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് ബാക്കി 2 പേരുടെയും കൂടെ ആവറേജ് ആണെന്ന് അദ്ദേഹം പറയുന്നു. സോ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഡൊബേറിയർ ട്രയാഡ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അദ്ദേഹം 3 ട്രയാഡ്സ് ആണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഒന്ന് ലിഥിയം, സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, അത് ഒരു ട്രയാഡ്. ദെൻ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം വേറൊരു ട്രയാഡ്, ആൻഡ് ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ. അങ്ങനെ 3 ട്രയാഡുകളെ ഡൊബേനിയർ കൊണ്ടുവരുന്നു. സോ അതാണ് ഡൊബേനിയർ ട്രയാഡ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു ഓൾറെഡി, നമുക്ക് അതിനകത്തെ തിയറി പോയിന്റ്സ് ഒന്നും വേണ്ട, ഓടിച്ച് നമ്മളൊന്ന് പോവാം. സോ ട്രയാഡ്സിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നടുക്കത്തെ സോഡിയം എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ബാക്കി 2 പേരുടെ അറ്റോമിക് മാസിൻ്റെ ആവറേജ് ആയിരിക്കും. സോ അതാണ് എന്ത് പറയുന്നത് ഡൊബേനിയറിൻ്റെ ക്ലാസിഫിക്കേഷനിലുള്ള ട്രയാഡ്സ് പറയുന്നത്. സോ അദ്ദേഹം 3 ട്രയാഡ്സ് ആയിട്ട് മാത്രം 3 പേരുള്ള ഒരു ഗ്രൂപ്പാക്കി ഈ 3 പേരും ഒരുപോലെ ആയിരിക്കും എന്ന് അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞു. ഓക്കെ, അവരുടെ പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. അതുപോലെ തന്നെ അവരുടെ വേറൊരു പ്രത്യേകത, നടുക്കത്തെ ആളുടെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് ബാക്കി 2 പേരുടെയും കൂടെ ആവറേജ് ആയിരിക്കും. സോ അറ്റോമിക് വെയിറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഡൊബേനിയർ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. സോ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ദെൻ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ. ഇതാണ് ഡൊബേനിയറിൻ്റെ ട്രയാഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇത് കഴിഞ്ഞിട്ട് ചാർക്കോട്ടിസ് വരുന്നുണ്ട്. സോ ചാർക്കോട്ടിസ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനെ നമ്മൾ സിലിണ്ട്രിക്കൽ ടേബിൾ ഓഫ് എലമെൻറ്റ്സ് എന്നാണ്, ആ രീതിയിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. സോ ചാർക്കോട്ടിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിലിണ്ട്രിക്കൽ ടേബിൾ ഓഫ് എലമെൻറ്റ്സ് ആ രീതിയിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. അത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ബാക്കി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ PDF നോട്ടിൻ്റെ കൂടെ ബാക്കി പോയിന്റുകളൊക്കെ കാണും. ദെൻ ചാർക്കോട്ടിസ് കഴിഞ്ഞിട്ട് ആര് വന്നു, നമ്മുടെ യേശുദാസ് വന്നു, അല്ല ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒപ്റ്റേഴ്സ് വന്നു. അദ്ദേഹം എന്താണ്, അദ്ദേഹം സംഗീതത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ മ്യൂസിക് നോട്ട്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ മ്യൂസിക് നോട്ട്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8th എലമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നമ്മുടെ മ്യൂസിക് നോട്ട്സിനകത്ത് എങ്ങനെയാണ്, നമ്മൾ സ, രി, ഗ, മ, പ,
ദ, നീ, പിന്നെ വീണ്ടും എവിടെ വരുന്നു? സാ ഇവിടെ വരുന്നു. അതായത് സാ എന്ത് ചെയ്തു? സെയിം ആയിട്ട് വന്നു, അല്ലെങ്കിൽ അവർ രണ്ടും സിമിലർ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മ്യൂസിക്കൽ നോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് എലമെൻസിനെ എന്ത് ചെയ്തു? അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒപ്റ്റ്യൂസ് എന്ന് വിളിച്ചത്. സോ എന്താണ് ഇവിടുത്തെ കേസിൽ? അക്കോർഡിംഗ് ടു ഹിം വെൻ ദ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ്. ഇതിന് മുന്നത്തെ ഡൊബൈനിയറും അറ്റോമിക് വെയിറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇവിടെയും അറ്റോമിക് വെയിറ്റ് തന്നെയാണ്. സോ ദ പ്രോപ്പർട്ടീസ് ഓഫ് എവരി 8th എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റുമായിട്ട് സിമിലർ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. സോ അതാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒപ്റ്റ്യൂസ്. സോ അതനുസരിച്ച് നമുക്ക് നമ്മുടെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ലിഥിയം അപ് ടു കാൽസ്യം വരെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. സോ ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. സോ ഇതാണ് നമ്മളുടെ 1, 2, 3, 4, 5, 6, 7. സോ 8ാമത്തെ ആളെന്ന് പറയുന്നത് 1ാമത്തെ ആളിനോട് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. സോ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താണ്? ഒരേപോലത്തെ ആൾക്കാരാണ്. ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം ഒക്കെ എന്താണ്? ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാരാണ്. ബോറോൺ, അലുമിനിയം ഒക്കെ എന്താണ്? ഒരേ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരാണ്. കാർബൺ, സിലിക്കൺ സിമിലർ പ്രോപ്പർട്ടി, നൈട്രജൻ, ഫോസ്ഫറസ് സിമിലർ പ്രോപ്പർട്ടി, ഓക്സിജൻ, സൾഫർ സിമിലർ പ്രോപ്പർട്ടി ആൻഡ് ഫ്ലോറിൻ എന്താണ്? സിമിലർ പ്രോപ്പർട്ടി. അതാണ് ആര് പറഞ്ഞത്? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒപ്റ്റ്യൂസ് പറഞ്ഞത്. ഓക്കെ. സോ ജസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു? ഈ രീതിയിൽ എന്ത് ചെയ്തു? അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തി. സോ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് ലൊഥർ മെയർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലൊഥർ മെയർ ആണ് വരുന്നത്. സോ ലൊഥർ മെയർ അദ്ദേഹം കുറച്ചുകൂടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കുറച്ചുകൂടെ സ്റ്റഡി ചെയ്തത്. സോ അദ്ദേഹം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അറ്റോമിക് വോളിയം, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എക്സെട്ര അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ സ്റ്റഡി ചെയ്തു. എന്നിട്ട് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു വെൻ ദ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് വെയിറ്റ് എന്ത് സംഭവിച്ചു? സിമിലാരിറ്റി ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അപ്പിയർ അറ്റ് റെഗുലർ ഇന്റർവെൽസ്. റെഗുലർ ഇന്റർവെൽസിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും സിമിലർ ആയിട്ട് വരുന്നതായിട്ട് അദ്ദേഹവും എന്ത് ചെയ്തു? കണ്ടെത്തി. ഈ ലൊഥർ മെയറിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷനോട് കൂടെ തന്നെ നമ്മുടെ മെന്റലീവും സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ആ ഒരു സമയത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ലൊഥർ മെയറിനകത്ത് അദ്ദേഹം അറ്റോമിക് കേർവുകളാണ്, ഗ്രാഫുകളുടെ ഫോമിലാണ് അദ്ദേഹം ഈ പറഞ്ഞ ഡേറ്റ പ്രസന്റ് ചെയ്തത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് പ്രപ്പോസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നത് മെന്റലീവ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത് മെന്റലീവ് ആണ് ഫസ്റ്റ് പീരിയോഡിക് ലോ കൊണ്ടുവരുന്നത്. സോ മെന്റലീവ് പറഞ്ഞു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, എലമെന്റ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അവരുടെ അറ്റോമിക് വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റിലാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മുടെ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ലാസിഫൈ ചെയ്യേണ്ടതെന്ന് മെന്റലീവ് വന്നിട്ട് പറയുന്നു. സോ മെന്റലീവ് മെയ്ഡ് എന്ത് ചെയ്തു? ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അത്. സോ ലോ എന്ന് പറയുന്നത് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ എന്താണ്? ആ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡൊബേനിയറിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോഴും അറ്റോമിക് വെയിറ്റ് വെച്ചിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ന്യൂലാൻഡ്സ് വന്നപ്പോഴും അറ്റോമിക് വെയിറ്റ് വെച്ചിട്ടാണ് പറഞ്ഞത്. ലോഥർ മെയറും അറ്റോമിക് വെയിറ്റ് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. മെന്റലീവ് വരുമ്പോഴും അറ്റോമിക് വെയിറ്റ് വെച്ച് തന്നെയാണ് ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നത്. ഓക്കെ. സോ അതാണ് നമ്മുടെ മെന്റലീവിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹമാണ് ഈ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത സമയത്ത് പീരീഡുകളും ഗ്രൂപ്പുകളും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ പീരീഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റോസിനെയാണ് അദ്ദേഹം പീരീഡുകളെന്ന് വിളിച്ചത്. ദെൻ വെർട്ടിക്കൽ കോളംസിനെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? ഗ്രൂപ്പുകളെന്ന് വിളിച്ചു. ദെൻ മെന്റലീവ്സ് ക്ലാസിഫിക്കേഷൻ ഗീവ് ഹിം സോ മച്ച് കോൺഫിഡൻസ് ദാറ്റ് സർട്ടൻ സ്പേസസ് വെയർ അൺഡിസ്കവേർഡ് ആയിട്ടുള്ള എലമെന്റ്സിന് വേണ്ടി അദ്ദേഹം ചില സ്പേസുകളൊക്കെ അവിടെ ഇട്ടു. ഓക്കെ. അതാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ എലമെന്റ്സിന്റെ ഇടയ്ക്കുകൾ എന്ത് ചെയ്തു? ചില ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ചില സ്പേസുകൾ ഇട്ടു. എന്നിട്ട് അദ്ദേഹം അവിടെ ഇന്ന എലമെന്റ് വരാം എന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നു. സോ ആ ഒരു പോയിന്റിലാണ് ശരിക്കും മെന്റലീവിന്റെ പീരിയോഡ് ടേബിൾ ഇത്രയും ശ്രദ്ധ നേടുന്നതും പിന്നീട് ആ ഒരു എലമെന്റ് മെന്റലീവ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്ലേസിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ അതാണ് മെന്റലീവിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നതും ഇതിൻ്റെ ആ ഒരു പീരിയോഡ് ടേബിളിൻ്റെ ഇമ്പോർട്ടൻസും അതുകൊണ്ടാണ്. ഓക്കെ. സോ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തത് എക്ക അലൂമിനിയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എലമെന്റിനെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നു. സോ അദ്ദേഹം കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നു. അതിൻ്റെ അറ്റോമിക് മാസ് ഇന്നതാണ്, ഡെൻസിറ്റി ഇന്നതാകാം, മെൽറ്റിംഗ് പോയിന്റ് ഇന്നതാകാം, അത് ഓക്സൈഡ് ഫോം ചെയ്താൽ ഈ ഒരു ഫോമിലായിരിക്കും ഓക്സൈഡ് ഫോം ചെയ്യുക. ദെൻ ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്താൽ ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് എക്ക അലൂമിനിയം എന്ന് പറയുന്നത് ഗാലിയം ആണെന്ന് കണ്ടെത്തി. സോ ഓൾമോസ്റ്റ് മെന്റലി പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടീസുമായിട്ട് എന്തായിരുന്നു? അവർ മാച്ചിങ് ആയിരുന്നു. സോ അതാണ് പ്രെഡിക്ഷൻസ് നടത്തി, അത് സക്സസ് ആയി. സോ അതുകൊണ്ടാണ് മെന്റലീവിൻ്റെ പീരിയോഡ് ടേബിൾ നമ്മൾ കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഓക്കെ. സോ ഇക്ക അലുമിനിയം എന്ന് പറയുന്നത് ആരാണ്? ഗാലിയോ എന്ന് മനസ്സിലായി. ദെൻ ഇതുപോലെ തന്നെ ഇക്ക സിലിക്കൺ എന്ന് അദ്ദേഹം പേരിട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ അലൂമിനിയത്തിന് താഴെ അദ്ദേഹം ഒരു സ്പേസ് ഇട്ടു.
ബോറോൺ അലുമിനിയം കാർബൺ സിലിക്കൺ, സിലിക്കണ് താഴെ അദ്ദേഹം ഒരു സ്പേസിലെ ഗ്യാപ്പ് ഇട്ടു. എന്നിട്ട് ഇവിടെ വരുന്ന ആളെ ഇക്ക അലുമിനിയം എന്ന് വിളിച്ചു. പിന്നീട് അദ്ദേഹം ആരാന്ന് മനസ്സിലായി? ഗാലിയം എന്ന് മനസ്സിലായി. ഇനി സിലിക്കൺ അവിടെ എന്ത് ചെയ്തു? താഴെ ഒരു സ്പേസ് ഇട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കാർബണും സിലിക്കണെ പോലെ തന്നെ പ്രോപ്പർട്ടി ഉള്ള ഒരാളായിട്ട് താഴെ വരും. അദ്ദേഹത്തെ അതിനെ ഇക്ക സിലിക്കൺ എന്നാണ് വിളിച്ചത്. സിലിക്കൺ അതിന് താഴെ ആയതുകൊണ്ടാണ് ഇക്ക സിലിക്കൺ എന്ന് വിളിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി അതാരാണ്? ജെർമേനിയമാണ്, നമ്മളുടെ ഇപ്പോഴത്തെ ജെർമേനിയമാണ്. ഓക്കെ, സോ അങ്ങനെയാണ് അദ്ദേഹം 2 പ്രൊഡിക്ഷൻസ് നടത്തി. സോ പ്രൊഡിക്ഷൻസ് നടത്തി അതിൻ്റെ പ്രോപ്പർട്ടീസ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. അതേപോലെ തന്നെ എന്ത് ചെയ്തു? ആ എലമെന്റ്സ് പിന്നീട് കണ്ടെത്തുക ചെയ്തു. ഓക്കെ, സോ അതുകൊണ്ട് ഇവർ രണ്ടുപേരുടെ കാര്യം ഓർത്തിരിക്കണം. ഇക്ക അലുമിനിയം ആരാണ്? ഗാലിയം ആണ്. ഇക്ക സിലിക്കൺ എന്ന് പറയുന്നത് ജെർമേനിയം ആണ്. ഓക്കെ, സോ ആ ഒരു പോയിന്റാണ് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കാനായിട്ടുള്ളത്. പിന്നെ കോൺട്രിബ്യൂഷൻ, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ? ഒന്ന്, എലമെന്റ്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹം സ്റ്റഡി ചെയ്തു. അറ്റോമിക് മാസുകൾ ചിലത് കറക്റ്റ് ചെയ്തു. നമുക്കറിയാം ബെർലിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 13.5 ആയിരുന്നു ആ സമയത്ത്. പക്ഷേ അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ബെർലിയത്തിൻ്റെ മാസം എന്ന് പറയുന്നത് 9 ആണ്. ദെൻ പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ് അദ്ദേഹം ചെയ്തു. ഇനി ഡിഫക്ട്സ്, മെയിനായിട്ടുള്ള ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഒരു പൊസിഷൻ കൊടുത്തില്ല. അനലോമസ് പ്രോപ്പർട്ടീസ്, അനലോമസ് പെയേഴ്സ് ഒരുപാടുണ്ട്. ഡയഗണൽ റിലേഷൻഷിപ്പ് മറ്റു കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഐസോടോപ്സിന് പൊസിഷൻ കൊടുത്തില്ല. അതുപോലെ തന്നെ സിമിലർ എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഡിസിമിലർ എലമെന്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. ഓക്കെ, അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളവരെ ഒരുപോലെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ആക്കണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഉള്ളവരെ നമ്മൾ ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ ചില കേസുകളിൽ ഡിസിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളവരെയും അദ്ദേഹം ഒരേപോലെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെയാണ് അതിൻ്റെ ഡിഫക്ട്സും ഡിമെറിറ്റ്സും ഒക്കെ. സോ നമുക്കതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം മെൻ്റലി വരെയുള്ള ഇവരൊക്കെ തന്നെ അറ്റോമിക് വെയിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അറ്റോമിക് വെയിറ്റിൻ്റെ ബേസിസിലാണ് അവർ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ലവോസിയർ സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഡൊബേനിയർ, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒപ്റ്റേഴ്സ്, ഇടയ്ക്കൊരു ചാർക്കോട്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ന്യൂലാൻഡ്സ് ലോ വന്നു, മെൻ്റലീവ് വന്നു, ലോഥർമെയർ വന്നു. ഇവരെല്ലാം അറ്റോമിക് വെയിറ്റിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. ബട്ട് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഹെൻറി മോസ്ലിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അദ്ദേഹം എക്സ്റേസ് ഒക്കെ വെച്ച് സ്റ്റഡി ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി അറ്റോമിക് വെയിറ്റ് അല്ല, അറ്റോമിക് നമ്പറാണ് ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അറ്റോമിക് വെയിറ്റ് അല്ല, അറ്റോമിക് നമ്പറാണ് എന്നൊരു കണ്ടെത്തലാണ് ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നത്. സോ ഹെൻറി മോസ്ലി ആണ് ശരിക്കും മോഡേൺ പീരിയോഡിക് ടേബിളിന് ആ ഒരു ഡിസ്കവറിയിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നത്. സോ അദ്ദേഹം എക്സസൈസിൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇക്വേഷനൊക്കെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. സോ അതിൻ്റെ ബേസിൽ അദ്ദേഹം മോഡേൺ പീരിയോഡിക് ലോ പറയുന്നുണ്ട്. സോ എന്താ മോഡേൺ പീരിയോഡിക് ലോ? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദെയർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അറ്റോമിക് വെയിറ്റ് മാറി അറ്റോമിക് നമ്പറാക്കി. ആര്? ഹെൻറി മോസ്ലി. സോ ഹെൻറി മോസ്ലിയാണ് പറഞ്ഞത് അറ്റോമിക് വെയിറ്റ് അല്ല, അറ്റോമിക് നമ്പറാണ് ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇനി ഇവിടെ തൊട്ടാണ് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇതിനെ നോക്കി കാണാനായിട്ട് പോവാം. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടേബിളിനെയാണ് നമ്മൾ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് റിപ്പീറ്റിംഗ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ആറ്റംസ് വെൻ ദ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഓക്കെ, സോ അതാണ് നമ്മുടെ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ മെൻഡലീവ് പറഞ്ഞ പോലെ തന്നെ the long form of periodic table consists of a horizontal rows. Horizontal rowsനെ നമ്മൾ എന്തെന്നാണ് വിളിച്ചത്? പീരീഡുകൾ എന്ന് വിളിച്ചു. ദെൻ വെർട്ടിക്കൽ കോളംസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഗ്രൂപ്പുകളെന്ന് വിളിച്ചു. ഓക്കെ, സോ ഇനി നമ്മൾ പീരിയോഡിക് ടേബിളിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. സോ പീരിയോഡിക് ടേബിളിനകത്ത് പീരീഡുകളുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പുകളുണ്ട്. സോ ഹൊറിസോണ്ടലായിട്ട് വരുന്ന റോസിനെയാണ് നമ്മൾ പീരീഡുകൾ എന്ന് വിളിക്കുന്നത്. വെർട്ടിക്കൽ കോളംസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഗ്രൂപ്പുകളെന്ന് വിളിച്ചു. ഓക്കെ, ഇനി പീരീഡുകൾ എന്ന് പറയുന്നത് 1 to 7 7 പീരീഡുകളാണ് നമുക്കുള്ളത്. സോ പീരീഡുകൾ നമ്മൾ എങ്ങനെ എഴുതി? 1 2 3 4 5 6 and 7. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? പീരീഡുകളെന്ന് പറയുന്നത്. സോ ദർ ആർ 7 periods. They are numbered as 1 to 7. Then first period contains 2 elements and the subsequent periods has 8 8 18 18 32 and 32. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പീരീഡിനകത്ത് രണ്ടേ രണ്ട് എലമെൻസേ ഉള്ളൂ. ആരൊക്കെയാണ്? നമ്മുടെ ഹൈഡ്രജനും ഹീലിയമാണ്. പിന്നീട് രണ്ടാമത്തെ പീരീഡിൽ 8 പേരുണ്ട്, മൂന്നാമത്തെ പീരീഡിലും 8 പേരുണ്ട്, നാലാമത്തെ പീരീഡിൽ 18 പേരുണ്ട്, അടുത്ത 5-ൽ 18 ഉണ്ട്, 6-ൽ 32 ഉണ്ട്, 7-ൽ 32 ഉണ്ട്. ഓക്കെ, സോ 2 8 8 18 18 32 32 ആ ഒരു ഫോമിലാണ്
എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പീരീഡ് ഓരോ പീരീഡിനകത്തും എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് നമ്മൾ 2, 8, 18, 32 എന്ന് പറയുന്നത് മാജിക് നമ്പേഴ്സ് ആണെന്ന് നമ്മൾ പഠിക്കും. സോ മാജിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ തരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ മാജിക് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനോട് ഈക്വൽ ആയിരിക്കും. സോ ആ രീതിയിൽ ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിരിക്കും അവർ അറ്റൈൻ ചെയ്യും. ഓക്കെ, സോ എന്തായാലും ഓരോ പീരീഡിലും എത്ര എലമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്? ഒന്നാമത്തേനകത്ത് 2, അത് വളരെ സിമ്പിൾ നമുക്കറിയാം. പിന്നെ 2, 3, 8, 8, ദെൻ 18, 18, ദെൻ 32, 32. ഇനി ഇതിനകത്ത് 6ാമത്തെ പീരീഡും 7ാമത്തെ പീരീഡും. ഓക്കെ, ഈ 6ാമത്തെ പീരീഡിൽ നിന്നും 7ാമത്തെ പീരീഡിൽ നിന്നും ഒരു 14 പേരെ ഇങ്ങനെ വെട്ടിയെടുത്ത് മാറ്റി താഴെ കൊണ്ട് പ്രത്യേകമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുക. സോ ഒരു 14 ഇവിടുന്നും പോയിട്ടുണ്ട്, ഒരു 14 എന്ത് ചെയ്തിട്ടുണ്ട്, 7ാമത്തെ പീരീഡിൽ നിന്നും പോയിട്ടുണ്ട്. സോ അവരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. പിന്നീട് പറയാം എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ എന്തായാലും 7 പീരീഡുകളുണ്ട്. ഓരോ പീരീഡിലും എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇതിനകത്ത് 6ാമത്തേന്നും 7ാമത്തേന്നും ഒരു 14 പേരെ എടുത്ത് താഴോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 24 പേര് അവിടെ ഉണ്ട്. ഓക്കെ, ബാക്കി 24 അല്ല, ബാക്കി 32, ബാക്കി എത്ര വരിക? ബാക്കി അത്രയും പേര് 6ാമത്തേലും 7ാമത്തെ പീരീഡിലും അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ദ 14 എലമെൻറ്റ്സ് ഓഫ് ദ 6th and 7th പീരീഡ്, അവരെ നമ്മൾ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് എന്നാണ് വിളിക്കുക. ദേ ആർ പ്ലേസ്ഡ് സെപ്പറേറ്റ് കോളംസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. സോ ഇപ്പോൾ പീരീഡുകളെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് മനസ്സിലായി. ഇനി ഗ്രൂപ്പുകളാണ്. മൊത്തം നമുക്ക് എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. സോ 18 ഗ്രൂപ്പ്സ് ഇൻ ദ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞതിനകത്ത് ഇത്രേ ഉള്ളൂ. നമ്മൾ മോഡേൺ ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി പ്രപ്പോസ് ചെയ്യുന്നു. അറ്റോമിക് നമ്പറിന്, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ചാണ് നമ്മൾ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ 7 പീരീഡുകളുണ്ട്, 18 ഗ്രൂപ്പുകളുണ്ട്. ഇനി ഓരോ പീരീഡിലും 2, 8, 8, 18, 18, 32, 32 ആ ഒരു പാറ്റേണിലാണ് ഫോളോ ചെയ്യുന്നത്. 6ാമത്തെ പീരീഡും 7ാമത്തെ പീരീഡിൽ നിന്നും ഒരു 14 പേരെ എടുത്ത് താഴെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 18 ഗ്രൂപ്പുകളുണ്ടെന്ന് പറഞ്ഞു. ഇനി ആ ഒരു ഗ്രൂപ്പിൻ്റെ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഓക്കെ, സോ അതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ എങ്ങനെയാണ് ഈ 2, 8, 18, 18 ഒക്കെ വരുന്നെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് പീരീഡിനകത്ത് നമുക്ക് 1s എന്നുള്ള ഓർബിറ്റിലേ ഉള്ളൂ. അപ്പം മാക്സിമം നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് 2, 2 ഇലക്ട്രോൺസിനെയാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് അവിടെ 2 എലമെൻറ്റ് വരുന്നത്. ഇനി സെക്കൻഡ് പീരീഡിലേക്ക് വരുമ്പം 2s ഉണ്ട്, 2p ഉണ്ട്. സോ എസ്സിനകത്ത് 2, പിക്കകത്ത് നമുക്ക് എത്ര? പിക്ക് കംപ്ലീറ്റ് ആയിട്ട് 6 എണ്ണത്തിന് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. സോ 2 + 6 എന്ന് പറയുമ്പോൾ 8 വരും. സോ അതുകൊണ്ടാണ് ഇവിടെ 8, 8 എന്നുള്ള ആ ഒരു നമ്പർ വരുന്നത്. ഇനി അടുത്തത് 3sനും 3p ആണുള്ളത്. 3d ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയാതെ എങ്ങനെയാണ് അതിൻ്റെ ഫില്ലിങ് വരുന്നത്. പിന്നീട് നമ്മൾ റൂളും കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, സോ എന്തായാലും ഇവിടെ നമുക്ക് 8 വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 4s 3d വരുന്നു, 18, 18, 32, 32 ആ രീതിയിലാണ് ആ ഒരു നമ്പർ വരുന്നത്. ഇനി ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ദിസ് ഓൾസോ പ്രൊവൈഡ്സ് ദ തിയററ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ പീരിയോഡിസിറ്റി ഒക്കൂറിങ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ്. എങ്ങനെയാ? 2, 8, 8, 18, 18, 32. സോ ദീസ് നമ്പേഴ്സ് ഏതാ? 2, 8, 18, 32നെ നമ്മൾ മാജിക് നമ്പേഴ്സ് എന്നാണ് അവരെ നമ്മൾ വിളിക്കുന്നത്. കാരണം ആ പീരിയോഡിക് പ്രോപ്പർട്ടി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ട്രെൻഡാണല്ലോ. സോ അതുകൊണ്ട് അവരെ നമ്മൾ മാജിക് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രിക്കകത്ത് മാജിക് നമ്പർ ഫോർ പ്രോട്ടോൺ, മാജിക് നമ്പർ ഫോർ ന്യൂട്രോൺ ഒക്കെ നമ്മളവിടെ പഠിക്കും. അവിടെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ നമ്മളെ സംബന്ധിച്ച് അത്രയും പോകണം, നമ്മൾ +2 ലെവലിലാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഓരോ പീരീഡിലും എത്ര എലമെൻറ്റ്സ് ഉണ്ട്? സോ ഫസ്റ്റിനകത്ത് 2, സെക്കൻഡിനകത്ത് 8, 3-നകത്ത് വീണ്ടും 8, 4-നകത്ത് 18, 5-നകത്ത് 18, 6-നകത്ത് 32, 7-നകത്ത് എത്ര? 32. സോ 2, 8, 18, 32 നമ്മൾ എന്തെന്ന് വിളിക്കും? മാജിക് നമ്പേഴ്സ് എന്ന് വിളിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രേ ഉള്ളൂ. ചിലപ്പം കുറേ നമ്പേഴ്സ് വന്നിട്ട് ഇതിനകത്ത് ഏതാണ് മാജിക് നമ്പർ ഉള്ള ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അതിനകത്ത് ഒരെണ്ണം പിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ ഇതാണ് നമ്മളുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. സോ പീരിയോഡിക് ടേബിളിനകത്ത് മൊത്തം എത്ര ഗ്രൂപ്പുകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 18 ഗ്രൂപ്പുകളാണുള്ളത്. സോ ഇങ്ങേ അറ്റത്ത് ഉള്ള ഈ 2 ഗ്രൂപ്പുകളാണ് നമ്മുടെ എസ് ബ്ലോക്കിനകത്ത് വരുന്ന ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ദെൻ 3, 4, 5, 6, 7, 8 അപ് ടു 18 ഉണ്ട്. ലാസ്റ്റ് ഗ്രൂപ്പിലുള്ളവരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? നോബിൾ ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടല്ല, ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു എക്സാമിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരു ഓർഡർ ഉണ്ട്. അത് നമ്മുടെ 3D സീരീസിൻ്റെയാണ്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, Mn, Fe, Co, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. ഇവരുടെ കോൺഫിഗറേഷനും പഠിക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ കാണാതെ പഠിക്കാനായിട്ട്.
ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് നമുക്കറിയാം. സോ എസ് ബ്ലോക്കിനകത്ത് വരുമ്പോൾ NS1 ആൽക്കലി മെറ്റൽസ് വരുന്നു, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റൂബിഡിയം, സീഷ്യം, അത് നമുക്കറിയാം. താഴത്തെ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സോൺഷ്യം, ബേരിയം, അത് നമുക്കറിയാം. പിന്നെ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അറിയാം. താഴോട്ട് കുറച്ചൊക്കെ നമുക്കറിയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 3D സീരീസ് ഓർത്തിരിക്കണം. 3D സീരീസിനകത്ത് സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്ന ഒരാളുണ്ട്, ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 3D5 4s1 ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ, കോപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 3D10 4s1 ആണ്. സോ ഇവർ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവരുടെ ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ്. എക്സാമിന് ചോദിക്കാം അതിനകത്ത് അൺബെഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ഞാൻ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടല്ല, മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സിലബസിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഓർഡറാണ്. സോ ഞാൻ സാധാരണ എൻ്റെ സാറിനെ പഠിപ്പിച്ചിട്ടുള്ള ട്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. സോ സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കോഡാണ് കേട്ടോ. ഇപ്പം കോഡുകളൊക്കെ മാറിയും മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്നുള്ള രീതിയിലാണ്. സിങ്കിനെ ഞാൻ സീൻ നങ്ങാക്കി. ഓക്കെ, സോ ആ രീതിയിൽ ഒരു കോഡുണ്ട്. സോ ആ ഒരു എലമെൻസിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡർ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇവരുടെ കോൺഫിഗറേഷനും ഓർത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ സ്കാൻഡിൽ നമ്മൾ 3D1 4s2 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഇതിനകത്ത് എക്സെപ്ഷൻ കാണിക്കുന്നത് ക്രോമിയവും അതുപോലെ തന്നെ കോപ്പറുമാണ്. അത് നിങ്ങൾ പിന്നീട് അതിൻ്റെ കോൺഫിഗറേഷൻ എന്താണെന്നൊക്കെ പഠിക്കും. ബാക്കിയുള്ളവരെയൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ വഴിയെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഒത്തിരി ഇതായിട്ടൊന്നും പഠിക്കുകയൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടെ ഈ ഒരു സെക്കൻഡ് പീരീഡിലുള്ള ഓർഡർ ഓർത്തിരിക്കണം. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ആ ഒരു ഓർഡർ ഓർത്തിരുന്നാൽ മതി. അല്ലാതെ മൊത്തത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ഇനി നിങ്ങളുടെ NCERT-ക്കകത്ത് കൊടുത്തിട്ടുള്ള വേറൊരു പോയിൻ്റാണ്. നമ്മൾ ഇത് ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ചാൻസ് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ അറ്റോമിക് നമ്പർ 100-ന് മുകളിൽ വരുന്നവരെ എങ്ങനെയാണ് നമ്മൾ നെയിമിങ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഒരു 120 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഹൈപ്പോത്തറ്റിക്കലായിട്ടല്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 120 എന്ന് പറഞ്ഞ ഒരു അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ IUPAC നോമൻക്ലേച്ചർ എങ്ങനെ വരാം? ഓക്കെ, എങ്ങനെ വരാം? പഴയ ഒരു ട്രെൻഡി ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം ചോദിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. സോ അതിനുവേണ്ടി നമ്മൾ ചില അബ്രിവിയേഷൻസ് ഉപയോഗിക്കും. സോ ഡിജിറ്റിന് നമ്മൾ 0, 1, 2, 9 വരെ കൊടുത്തു. സോ റൂട്ട് നെയിം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നിൽ, ദെൻ 1 ആണെങ്കിൽ അൺ, ബൈ, ട്രൈ, ക്വാഡ്, പെൻറ്റ്, ഹെക്സ്, സെപ്റ്റ്, ഓപ്റ്റ് ആൻഡ് എൻ. ഇനി അബ്രിവേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ലെറ്റർ ആണ് എൻ്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റ് IUM കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ നെയിം ആവും. ഞാൻ പറഞ്ഞു 120 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ എത്ര, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ അല്ല, അതിൻ്റെ IUPAC നോമൻക്ലേച്ചർ എങ്ങനെ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എന്താ വരേണ്ടത്? UN ആണ് വരേണ്ടത്. 2ൻ്റെ സ്ഥാനത്ത് ബൈ എന്ന് വരും. ദെൻ 0 ആണെന്നുണ്ടെങ്കിൽ നില്ലെന്ന് വരും. ഇതിൻ്റെ കൂടെ എന്തോ ചെയ്യണം? ഒരു IUM കൂടെ സ്റ്റാർട്ട് ചെയ്യണം. സോ 120 എന്ന് പറഞ്ഞിട്ടുള്ള അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റിൻ്റെ IUPAC നോമൻക്ലേച്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഷോർട്ട് ഫോമിൽ എഴുതണമെന്നുണ്ടെങ്കിൽ UBN എന്ന് ഇട്ടാൽ മതി. സോ ഇതായിരിക്കും അതിൻ്റെ ഷോർട്ട് നെയിം എന്ന്. ഓക്കെ, സോ നിങ്ങൾ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്സ്ട്രാ ഒരു പോയിന്റ് പഠിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതനുസരിച്ച് നമുക്ക് ആ രീതിയിൽ നമുക്ക് അതിനെ ഈ പറഞ്ഞ പോലെ എഴുതാനായിട്ട് സാധിക്കും. സോ 101 അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഒഫീഷ്യൽ നെയിമും അതിൻ്റെ സിമ്പലും മറ്റു കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു നോട്ടിനകത്തുള്ള ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പോയാൽ മതി. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നു വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ എൻ്റർ ചെയ്യുന്നു എന്നനുസരിച്ച് നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക്. ഓക്കെ, നമ്മുടെ S ബ്ലോക്കിലേക്ക് ആദ്യം വരികയാണ്. സോ S ബ്ലോക്കിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? NS1 to 2. S ഓർബിറ്റലിനകത്ത് മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസിനെയാണ്. സോ അതുകൊണ്ട് തന്നെ NS1 എന്നും കോൺഫിഗറേഷൻ വരാം, NS2 എന്നും കോൺഫിഗറേഷൻ വരാം. 2 കോൺഫിഗറേഷൻ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ഇലക്ട്രോൺ S ഓർബിറ്റിലാണ് വരുന്നതെങ്കിൽ അവിടെ 2 പോസിബിലിറ്റി ഉള്ളൂ. ഒന്നുകിൽ അത് NS1 ആകാം, അല്ലെങ്കിൽ അതിന് NS2 ആകാം. സോ ജനറലായിട്ട് S ബ്ലോക്കിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് NS1 to 2 എന്നുള്ളതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഇനി NS1 ആണെന്നുണ്ടെങ്കിലോ, അവരെ നമ്മൾ ആൽക്കലി മെറ്റൽ എന്ന് വിളിക്കും. NS2 ആണെന്നുണ്ടെങ്കിലോ അവരെ നമ്മൾ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കും. അപ്പോൾ 2 ഇലക്ട്രോണേ അവിടെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് S ബ്ലോക്കിനകത്ത് എത്ര ഗ്രൂപ്പുകളേ ഉള്ളൂ? 2 ഗ്രൂപ്പുകളേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ NS1 കോൺഫിഗറേഷൻ വരുന്നവരൊക്കെ തന്നെ ആൽക്കലി മെറ്റൽസ് ആയിരിക്കും. NS2 കോൺഫിഗറേഷൻ വരുന്നവരൊക്കെ തന്നെ ആൽക്കലി എർത്ത് മെറ്റൽസ് ആയിരിക്കും. സോ S ബ്ലോക്കിൻ്റെ കേസിൽ 2 ഗ്രൂപ്പുകളെ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി ഞാൻ നേരെ P ബ്ലോക്കിലേക്ക് വരുവാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ P ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് P ഓർബിറ്റിലായിരിക്കും എൻ്റർ ചെയ്യുക. സോ P ഓർബിറ്റിനകത്ത് ഏതൊക്കെ കോൺഫിഗറേഷൻസ് പോസിബിളാണ്? P1 പോസിബിളാ, P2 പോസിബിളാ, P3 പോസിബിളാ, P4 പോസിബിളാ, P5 പോസിബിളാ,
P6 പോസിബിളാണ്. അപ്പം പി ബ്ലോക്കിനകത്ത് എത്ര ഗ്രൂപ്പ്സ് പോസിബിളാണ്? 6 ഗ്രൂപ്പുകൾ പോസിബിളാണ്. കാരണം ലാസ്റ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ P1 to P6 വരെ പോകാം. സോ P1 പോസിബിളാണ്, P2 പോസിബിളാണ്, P3 പോസിബിളാണ്, P4 പോസിബിളാണ്, P5 പോസിബിളാണ്, P6 പോസിബിളാണ്. സോ മൊത്തം അവിടെ എത്ര ഗ്രൂപ്പ് വരുന്നുണ്ട്? 6 ഗ്രൂപ്പ് വരുന്നുണ്ട്. ആരൊക്കെയാ? 13, 14, 15, 16, 17, ദെൻ 18 അല്ലേ? സോ അതിനകത്ത് 18 നോബിൾ ഗ്യാസ് എന്ന് വിളിക്കും, തൊട്ടിപ്പുറയുള്ളവരെ ഹാലജൻസ് എന്ന് വിളിക്കും, ദെൻ ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി ആൻഡ് ഓക്സിജൻ ഫാമിലി. ആ രീതിയിലാണ് നിങ്ങൾക്കറിയാം പി ബ്ലോക്കിനകത്ത് അവരൊക്കെയാണ് വരുന്നത്. സോ പി ബ്ലോക്കിനകത്ത് ജനറൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP 1 to 6 ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ NP ഓർബിറ്റിലാണ് വരുന്നത്. സോ 6 കോൺഫിഗറേഷൻസ് പോസിബിൾ ആണ്. അതുകൊണ്ട് 6 ഗ്രൂപ്പുകളാണ് നമുക്ക് എവിടെയുള്ളത്? നമ്മുടെ പി ബ്ലോക്കിലുള്ളത്. ഓക്കെ, ഇനി ഡി ബ്ലോക്കിലേക്ക് വരാം. സോ ഡി ബ്ലോക്ക് ആണെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ്? ഡി ഓർബിറ്റിലാണ് വരേണ്ടത്. സോ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റിലാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. സോ D1, D2, D3, D4, D5, D6, D7, D8, D9 വരെ ഉള്ളവരെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. D10കാരെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കത്തില്ല. ഞാൻ അത് പിന്നീട് പറഞ്ഞു തരാം എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. സോ എന്തായാലും ഇവിടെയും 10 പേരാണ് വരുന്നത്. സോ 10 ഗ്രൂപ്പുകളാണ് ഇവിടെയും പോസിബിൾ ആയിട്ടുള്ളത്. സോ ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 10 വരെ ഉള്ളവരാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ലാസ്റ്റ് വരുന്ന സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി, ഇവരുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് D10 കോൺഫിഗറേഷൻ ആണ്. അതുപോലെ തന്നെ അവർ മാക്സിമം അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ പോലും അവർ D10 തന്നെയാണ് നിൽക്കുന്നത്. സോ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റിൽ അവർക്കില്ല. അതുകൊണ്ട് തന്നെ സിങ്കിനെയും കാഡ്മിയത്തെയും മെർക്കുറിയെയും നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നല്ല വിളിക്കുന്നത്. ബട്ട് അവരുടെ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവരെന്തല്ല? ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല. നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് ഡെഫിനിഷൻ പറയുന്നത് പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റിൽ ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവർക്ക് പാർഷ്യലി ഫിൽഡ് അല്ല. അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും അവരെന്താണ്? D10 കോൺഫിഗറേഷൻ ആണുള്ളത്. കാരണം കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? 3D10 ഫോറസ്റ്റും ആണ് സിങ്കിന്റെ കേസിൽ. സോ 2 ഇലക്ട്രോണിനെ വിട്ട് കൊടുത്താൽ ഇപ്പോൾ +1 ആണെങ്കിലും അല്ലെങ്കിൽ +2 കോൺഫിഗറേഷനിൽ പോയാൽ പോലും മാക്സിമം +2 വരെ കാണിക്കത്തുള്ളൂ. അപ്പോഴും D10 കോൺഫിഗറേഷൻ തന്നെയാണ് അവരുള്ളത്. അതുകൊണ്ട് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കത്തില്ല? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കത്തില്ല. സോ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് N-1 D1 to 10 NS0 to 2 NS0 to 2. അവിടെ നിങ്ങൾ പ്രത്യേകം നോക്കണം. NS0 വരുന്ന കോൺഫിഗറേഷൻ വരുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അയാളുടെ പേരെന്താണ്? പലേഡിയം എന്നാണ്. അയാളുടെ പേരെന്താണ്? പലേഡിയം എന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലേഡിയത്തിൻ്റെ കേസിൽ 5D10 4S0 എന്നുള്ളതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ. സോറി 4S അല്ല 5S0 എന്നുള്ളതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, സോ 4D ആണ് കേട്ടോ. നിക്കൽ പലേഡിയം പ്ലാറ്റിനം ആ രീതിയിലാണ് വരുന്നത്. സോ NS0 കോൺഫിഗറേഷൻ വരുന്നത് പലേഡിയത്തിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഒന്നെങ്കിൽ NS1 ആയിരിക്കും അല്ലെങ്കിൽ NS2 ആയിരിക്കും. 0 വരുന്നത് ഒരേ ഒരാൾക്കേ ഉള്ളൂ, അത് പലേഡിയത്തിന്. അതൊരു എക്സെപ്ഷൻ പോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കോൺഫിഗറേഷനാണ്. സോ ഡിക്കകത്ത് നമുക്ക് എത്ര പേരുണ്ട്? 10 പേരുണ്ടെന്ന് പറഞ്ഞു. ഇനി ഏറ്റവും താഴെ മാറി നിൽക്കുന്ന അവരെയാണ് നമ്മുടെ F ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമുക്ക് 14 പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. സോ ഫസ്റ്റ് സീരീസിനെ നമ്മൾ ലാന്തനോയിഡ് സീരീസ് എന്നും സെക്കൻഡ് സീരീസിനെ നമ്മൾ ആക്ടിനോയിഡ് സീരീസ് എന്നാണ് വിളിക്കുന്നത്. സോ ലാന്തനോയിഡ്സിൻ്റെ കേസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ 4 ഓഫ് സബ്ഷെല്ലായിരിക്കും വരിക. ആക്ടിനോയിഡ്സിൻ്റെ കേസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ 5 ഓഫ് സബ്ഷെല്ലായിരിക്കും വരിക. സോ അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് 4 ഓഫ് സീരീസ് എന്നും 5 ഓഫ് സീരീസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് N-2 F 1 to 14 N-1 D 0 to 2 NS2 എന്നുള്ളതാണ് അവരുടെ കുറച്ച് നീളമുള്ള കോൺഫിഗറേഷനാണ്. അപ്പം ഡി ബ്ലോക്കിൻ്റെതും F ബ്ലോക്കിൻ്റെതും ഒരു കോൺഫിഗറേഷനോടെ നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. ചിലപ്പോൾ ചോദിക്കാം എന്താണ് അതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ F ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കോൺഫിഗറേഷൻ N-1 F 1 to 14 N-1 D 0 to 2 NS2 എന്നുള്ളതാണ് അവരുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പി ബ്ലോക്കിനെ നമ്മുടെ പീരിയോഡിക് ടേബിളിനെ നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചു. എസ് ബ്ലോക്ക് അവിടെ 2 പേരുണ്ട്, ആൽക്കലി മെറ്റൽസും ആൽക്കലി എർത്ത് മെറ്റൽസും. പി ബ്ലോക്കിനകത്ത് 6 പേരുണ്ട്. കാരണം എന്താ? P1 തൊട്ട് P6 വരെ പറ്റും. സോ ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻസ് ആൻഡ് നോബിൾ ഗ്യാസസ്. ഡി ബ്ലോക്കിലേക്ക് വന്നു. ഡി ബ്ലോക്കിനകത്തും 10 പേരാണുള്ളത്. സോ ഇതിനകത്ത് ലാസ്റ്റ് ഉള്ളവരെ ഞാൻ പറഞ്ഞു സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവരെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് വിളിക്കത്തില്ല. കാരണം അവർക്ക് D10 കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റിലാണ്. ഈവൻ ഇൻ ദെയർ എക്സൈറ്റഡ് ഫോം, എക്സൈറ്റഡ് സ്റ്റേറ്റിലും അവർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റിലാണ്. സോ സിങ്കിനെയും കാഡ്മിയത്തെയും മെർക്കുറി എന്തെന്ന് വിളിക്കത്തില്ല? നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. പിന്നെ പോയിട്ട് നമ്മൾ കോൺഫിഗറേഷൻ നോക്കിയപ്പോൾ NS0 കോൺഫിഗറേഷൻ വരുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതാരാണ്? പലേഡിയമാണ്. ഇനി നമ്മൾ ഡി ബ്ലോക്കിനെ തന്നെ 3D സീരീസ്, 4D സീരീസ്,
5D സീരീസ് ആൻഡ് 6D സീരീസ് എന്ന് പറഞ്ഞിട്ട് 4 സീരീസുകളായിട്ട് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതിനകത്ത് 3D സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഓർഡർ ഓർത്തിരിക്കണം, അതിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. നിങ്ങൾ മുന്നോട്ട് പോകുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കും, എന്നാലും ഞാൻ ഇവിടെ നമ്മൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ആക്ടിനോയിഡ്സിൻ്റെയും ലാന്തനോയിഡ്സിൻ്റെയും കാര്യം പറഞ്ഞു. 4F ആണെങ്കിൽ ലാന്തനോയിഡ്സ് എന്ന് വിളിക്കും, 5F ഓർബിറ്റിലാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കും. ഇതിനകത്ത് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് അവരുടെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. സോ എസ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ പറഞ്ഞു NS1 to 2 ആണ് അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് S സബ്ഷെല്ലായിരിക്കും ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നും ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി എന്താണ് ഇവരുടെ പ്രത്യേകത? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റലാണ്. അതുപോലെ തന്നെ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കുറവാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോഫ്റ്റ് മെറ്റൽസ് ആണ്, അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറവാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്ക് ലോ അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും. കാരണം എന്താ, ഇവർക്ക് NS1 കോൺഫിഗറേഷനോ NS2 കോൺഫിഗറേഷനോ ആണുള്ളത്. സോ NS1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തെ വിട്ടെടുത്താൽ പെട്ടെന്ന് ഇവർ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് പോകും. സോ അവരുടെ അയണൈസേഷൻ എനർജി എന്താൽപ്പി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം എന്താ, അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോണെ റിമൂവ് ആയി കൊടുക്കേണ്ട എനർജിയാണ്. സോ ആൽക്കലി മെറ്റൽസിനെ സംബന്ധിച്ചും ആൽക്കലി എർത്ത് മെറ്റൽസിനെ സംബന്ധിച്ചും എന്താ, അവരുടെ ലാസ്റ്റ് ഇലക്ട്രോണെ അവർ വിട്ടുകൊടുക്കാൻ ഭയങ്കര റെഡിയാണ്. അങ്ങനെ അവർ ഭയങ്കര റിയാക്റ്റീവ് ആകാനുള്ള കാരണം അത് തന്നെയാണ്. സോ പെട്ടെന്ന് വിട്ടുകൊടുത്താൽ എന്തായിട്ട് മാറും, പെട്ടെന്ന് സ്റ്റേബിൾ ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആൽക്കലി മെറ്റൽസിന്റെ കോൺഫിഗറേഷൻ ആണ് NS1, ആൽക്കലി എർത്ത് മെറ്റൽസിന്റെ കോൺഫിഗറേഷൻ NS2 ആണ്. സോ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ ആൽക്കലി മെറ്റൽസിനായിരിക്കും ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ലോ അയണൈസേഷൻ എന്താൽപ്പി വരുന്നത്. നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ എസ് ബ്ലോക്കിന് അയണൈസേഷൻ എന്താൽപ്പി വളരെ കുറവാണ്. ഏറ്റവും കുറവ് ആർക്കായിരിക്കും, ആൽക്കലി മെറ്റൽസിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആർക്കായിരിക്കും, ആൽക്കലി എർത്ത് മെറ്റൽസിനായിരിക്കും. കാരണം അവർ ഒരു ഇലക്ട്രോണെ 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്താൽ മോർ സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ദെൻ ദേ ആർ റിയാക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞു ഈ ഒരു റീസൺ കൊണ്ടാണ് എന്ന് പറഞ്ഞു. ആൻഡ് റെഡിലി ഫോം, ഒന്നെങ്കിൽ യൂണിവാലന്റ് ആയിരിക്കും, ആൽക്കലി മെറ്റൽസ് ആണ് യൂണിവാലന്റ് കാണിക്കുക, അല്ലെങ്കിൽ ബൈവാലന്റ്, അത് ആൽക്കലി എർത്ത് മെറ്റൽസ് ആണ്. ബൈ ലൂസിങ് ഓർ 2 or more valence electrons respectively. Because of their high reactivity, they are never found pure in nature. അതുപോലെ തന്നെ അവർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓൾസോ ഇവർക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫ്ലെയിം കളേഴ്സും ഉണ്ട്. ഇവർ ഫ്ലെയിം ടെസ്റ്റ് വരും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഫ്ലെയിം ടെസ്റ്റ് തരാത്തതാര്, തരുന്നതാര്, അവരുടെ ഫ്ലെയിം ടെസ്റ്റിൻ്റെ കളർ എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നിങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് പഠിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ചാപ്റ്റർ നമുക്കതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞതേ ഇവരുടെ ഫ്ലെയിം കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ദേ ഫോം അയോണിക് കോമ്പൗണ്ട്സ് എക്സെപ്റ്റ് ലിഥിയം ആൻഡ് ബെർലിയം. ലിഥിയം ബെർലിയം എക്സെപ്റ്റ് ബാക്കി എല്ലാവരും അയോണിക് കോമ്പൗണ്ട്സ് ആണ് കൂടുതലും ഫോം ചെയ്യുന്നത്. എസ് ബ്ലോക്കിനെ സംബന്ധിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ S ഓർബിറ്റിൽ വരുന്നു. NS1 NS2 കോൺഫിഗറേഷൻ ആണ് അവർക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അവർ സോഫ്റ്റ് ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്, അവരുടെ അയണൈസേഷൻ എന്താൽപ്പി വളരെ കുറവാണ്. ഏറ്റവും കുറവ് ആൽക്കലി മെറ്റൽസിനാണ്, കാരണം അവർ സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് പോകും. പിന്നെ എന്താ അവരുടെ പ്രത്യേകത, അവർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫ്ലെയിം കളേഴ്സും ഉണ്ട്. അത്രേ ഉള്ള എസ് ബ്ലോക്കിനെ കുറിച്ച് പറയാം. നെക്സ്റ്റ് നേരെ നമ്മൾ പി ബ്ലോക്കിലേക്ക് പോകുന്നു. പി ബ്ലോക്കിനകത്ത് കോൺഫിഗറേഷൻ വരുന്നത് NS2 NB 1 to 6 ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ പോകുന്നു, P സബ്ഷെല്ലിൽ പോകുന്നു. അപ്പം ഇതിനകത്ത് പക്ഷേ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ഇവരുടെ പ്രത്യേകതകൾ എന്താ? ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മെറ്റൽസും നോൺ മെറ്റൽസും കുറേ അധികം ആൾക്കാർ ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ പ്രത്യേകത, ഇവരുടെ അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം, നമ്മുടെ എസ് ബ്ലോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇവിടെ ആയിരുന്നു എസ് ബ്ലോക്ക്, അവിടെയാണ് പി ബ്ലോക്ക്. സോ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, അയണൈസേഷൻ എന്താൽപ്പിക്ക് ഒരു കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അയണൈസേഷൻ എന്താൽപ്പി ലാസ്റ്റ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള ആ ഒരു ടെൻഡൻസിയാണ്. സോ അത് ഇവർക്ക് കൂടുതലാണ്. ഇവരുടെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, അവർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം എസ് ബ്ലോക്ക് ഇലക്ട്രോ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് മാറുക. സോ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക, ഇലക്ട്രോൺസിന് എന്ത് ചെയ്തില്ല, അവർ വിട്ടുകൊടുക്കത്തില്ല. സോ പി ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് അവരുടെ അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത് കമ്പയർഡ് ടു എസ് ബ്ലോക്ക് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അവർ കൂടുതലായിട്ടും കോവലന്റ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എസ് ബ്ലോക്കിൻ്റെ കേസിൽ അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവർ കൂടുതലും കോവലന്റ് കോമ്പൗണ്ട്സ് ആയിരിക്കും ഫോം ചെയ്യുക. മോർ ദാൻ 1 ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കും. അതുപോലെ തന്നെ റെഡ്യൂസിങ്ങും ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസും ഇവിടെ അവർ വേരിയിങ് രീതിയിൽ അവർ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയും റെഡ്യൂസിങ് പ്രോപ്പർട്ടിയും കാണിക്കും. അത്രേ ഉള്ളൂ പി ബ്ലോക്കിൻ്റെ കേസ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് അവരുടെ പ്രത്യേകത, റെഡ്യൂസിങ് പ്രോപ്പർട്ടി കാണിക്കും. കോവലന്റ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. അവർക്ക് ഹൈ എന്തായിരിക്കും, അയണൈസേഷൻ എന്താൽപ്പി ആയിരിക്കും. ഇനി നേരെ ഞാൻ ഡി ബ്ലോക്കിലേക്ക് പോവാം. വേറെ ഒന്നുമില്ല. ഡി ബ്ലോക്കിൻ്റെ കോൺഫിഗറേഷൻ, ജനറൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് N-1 D1 to 10 NS0 to 2 ആണ്. NS0 വരുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. ആരാണ്, പലേഡിയമാണ്. ദെൻ 2 പേര് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കാണിക്കും. ആരൊക്കെ, ക്രോമിയവും കോപ്പറും. ക്രോമിയത്തിൻ്റെ കേസിൽ ഹാഫ് ഫിൽഡ് ആണ്, കോപ്പറിൻ്റെ കേസിൽ ഫുള്ളി ഫിൽഡ് ആണ്. ദെൻ എന്താ ഇവരുടെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവർക്ക്.
ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവർക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു സീരീസുകളായിട്ട് നമ്മൾ തിരിക്കുമെന്ന് പറഞ്ഞു. 4D സീരീസ്, 5D സീരീസ് ആൻഡ് 60 സീരീസ്, 4 സീരീസുകളുണ്ട്. എന്നാൽ 3D സീരീസിൻ്റെ ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, സോ എന്താ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഡ്യൂ ടു DD ട്രാൻസ്ഫർ മൂലം അവർ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഇവർക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. പിന്നെ ഇവർ എന്താണ് കോംപ്ലക്സ് ഫോർമേഷനുള്ള ടെൻഡൻസി കാണിക്കും. പിന്നീട് നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും. അവർക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കും. സോ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്ഫർ എലമെൻറ്റ്സിന് നമ്മൾ പല മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിക്കൽ, അയൺ, അതുപോലെ തന്നെ പലേഡിയം, ഒരുപാട് പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. വാക്കർ പ്രോസസ്, വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കോണ്ടാക്ട് പ്രോസസ്, ഹേബർ പ്രോസസ്സൊക്കെ പഠിക്കും. സോ അവിടെയൊക്കെ തന്നെ ഈ പറഞ്ഞ നമ്മൾ ട്രാൻസ്ഫർ എലമെൻറ്റ്സിനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. സോ കളർ പ്രോപ്പർട്ടീസ് ഉണ്ട്, കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് ഉണ്ട്, കോംപ്ലക്സ് ഫോർമേഷൻ ടെൻഡൻസി ഉണ്ട്. സോ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ട്രാൻസ്ഫർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഒരു 4 സീരീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ, ഈ ഒരു യൂണിറ്റിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കോർഡിനേഷൻ ഒക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള പോയിന്റ്സ് അവിടെ പഠിക്കും. സോ ലാസ്റ്റ് നമ്മുടെ എഫ് ബ്ലോക്കിലേക്ക് വരുന്നു. എന്താണ് എഫ് ബ്ലോക്കിൻ്റെ പ്രത്യേകതകൾ? എഫ് ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്താ? അവരുടെ കോൺഫിഗറേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണെന്നുള്ളത്. സോ 4F ഓർബിറ്റിലേക്കാണ്, 4F സബ്ഷെല്ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതെങ്കിൽ 4F സീരീസ് എന്ന് അവരെ വിളിക്കാം, ലാന്തനോയിഡ്സ് എന്ന് വിളിക്കാം. ഇനി 5F സബ്ഷെല്ലാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ 5F സീരീസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കും. ഇതിനകത്ത് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. അവരെന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. ഓക്കെ, സോ അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ പറഞ്ഞു. n-2f 1 to 14, n-1 d0 to 2 ns2 എന്നുള്ളതാണ് കോൺഫിഗറേഷൻ. ഇനി ലാന്തനോയിഡ്സിന്റെ കേസിലെ കോൺഫിഗറേഷൻ 4F 1 to 14, 5d0 1 to 10, 6s2 എന്നുള്ളതായിരിക്കും. ആക്ടിനോയിഡ്സ് ആണെങ്കിലോ 5F ആയിരിക്കും വരും. അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓർബിറ്റൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവരെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമുക്ക് അവരെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ ഇവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഹെവി മെറ്റൽസ് ആണ്. ഇവർക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇതിനകത്ത് ലാന്തനോയിഡ്സിന്റെ കേസിൽ അവരുടെ കോമൺ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് +3 ആണ്. ആക്ടൈൻസ് ആണ് കുറച്ചുകൂടെ വേരിയബിൾ ഓക്സിഡേഷൻ കാണിക്കുന്നത്. കളർ പ്രോപ്പർട്ടീസ് കാണിക്കും, ടെൻഡൻസി കോംപ്ലക്സ് ഫോർമേഷനുള്ള ടെൻഡൻസി കാണിക്കും. ഇതിനകത്ത് ആക്ടിനോയിഡ്സ് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. സോ അതാണ് അവരുടെ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഇവരുടെ ജനറൽ പ്രോപ്പർട്ടീസ് മാത്രമാണ് പഠിക്കുന്നത്. അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ബ്ലോക്കുകളായിട്ട് പിന്നീട് പഠിക്കും. ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എഫ് ബ്ലോക്കിൻ്റെ കേസിൽ അത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. സോ നമ്മൾ മോഡേൺ ലോങ് ഫോം പീരിയോഡിക് ടേബിൾ, മോഡേൺ ഫോം പീരിയോഡിക് ടേബിൾ പറഞ്ഞു, മോസ്റ്റ്ലി ആണ് കൊണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം? ഒന്നെന്ന് പറയുന്നത് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. ഒന്നെന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ പൊസിഷൻ ഒരു പ്രശ്നമാണ്. ഇപ്പോഴും സ്റ്റിൽ എന്താണ് ഹൈഡ്രജൻ്റെ പൊസിഷൻ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഹൈഡ്രജന് ആൽക്കലി മെറ്റൽസുമായിട്ടും പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹാലജൻസുമായിട്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഒരു പ്രോപ്പർ പൊസിഷൻ ഹൈഡ്രജൻ ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തേത് ലാന്തനോയിഡ്സിനെയും ആക്ടിനോയിഡ്സിനെയും അവരെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി അവിടെ വെച്ചിരിക്കുന്നു. പിന്നെ ഐസോടോപ്സിനൊരു പൊസിഷൻ കൊടുത്തില്ല. അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളൊക്കെ ചെറുത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ അതാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ, നമ്മുടെ സിലബസിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് കഴിഞ്ഞു. മീൻസ് അതാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഇനി അതൊന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തുള്ളൂ. ഇനി ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഉണ്ടെങ്കിൽ അത് ഓർത്തിരിക്കണം, അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും, ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും, ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വളരെ എളുപ്പമാണ്. പീരീഡ് എങ്ങനെയാണ്? ഒരു കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഹയസ്റ്റ് നമ്പർ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. സോ how to find the period, group and block. So period എങ്ങനെ കണ്ടുപിടിക്കാം? സോ പീരീഡ് എന്ന് പറയുന്നത് corresponds to the principal quantum number of the എന്താണ് വാലൻസ്. ഓക്കെ, പീരീഡ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതാണോ അതെന്ന് പറയുന്നതായിരിക്കും അതെന്ന് പറയുന്നത് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബ്ലോക്ക് ഓഫ് ദ എലമെന്റ് corresponds to the സബ്ഷെൽ വിച്ച് റിസീവ്സ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ. സോ അതിനകത്തെ കോൺഫിഗറേഷൻ നോക്കുമ്പം ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണോ ഉള്ളത് അതെന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പോ നോക്കിയാൽ ഗ്രൂപ്പ് എസ് ബ്ലോക്കിന് കേസ് സിമ്പിളാണ്. NS1 NS2 കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. NS1 ആണെങ്കിൽ ആൽക്കലി മെറ്റൽസ് ആയിരിക്കും, NS2 ആണെങ്കിൽ ആൽക്കലി എർത്ത് മെറ്റൽസ് ആയിരിക്കും. സോ എസ് ബ്ലോക്കിൻ്റെ കേസ് സിമ്പിളാണ്. പി ബ്ലോക്കിൻ്റെ കേസിലോ, പി ബ്ലോക്കിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോ ഫോർ എസ് ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പ് നമ്പേഴ്സ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് എന്താണ് വാലൻസ് ഇലക്ട്രോൺസ്, അതായത് NS ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആണ്. ഇനി പി ബ്ലോക്കിന്റെ കേസിൽ ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു
10 പ്ലസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ 12 പ്ലസ് പി കോൺഫിഗറേഷൻ എന്ന് വേണമെങ്കിലും പറയാം, 12 പ്ലസ് NP ഇലക്ട്രോൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവിടെ NS2 ഇലക്ട്രോൺസ് എല്ലാ കേസിലും ഉണ്ട്. സോ ഒന്നുകിൽ നിങ്ങൾക്ക് 12ൻ്റെ കൂടെ എത്ര പി കോൺഫിഗറേഷൻ എത്ര, അപ്പം ബോറോണിൻ്റെ കേസിൽ P1 കോൺഫിഗറേഷൻ ആണ്. സോ 1 പ്ലസ് 12 ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 13ാമത്തേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ആ രീതിയിൽ ഒന്നുകിൽ 12 പ്ലസ് NP ഇലക്ട്രോൺസ് എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ 10 പ്ലസ് NS പ്ലസ് NP ഇലക്ട്രോൺസ്, ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാനായിട്ട് സാധിക്കും. ഇനി D ആണെങ്കിലോ, D ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ S ഇലക്ട്രോൺസും D ഇലക്ട്രോൺസും കൂടെ ആഡ് ചെയ്താൽ മതി. അത് ഏത് എന്താണ് ഗ്രൂപ്പിലാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ S ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ നോക്കുക, NS1 NS2 ആണെന്ന് നോക്കുക. P ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിലോ, P ബ്ലോക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ NP ഇലക്ട്രോൺസിൻ്റെ NP ഇലക്ട്രോൺസ് എത്രയാണോ അതിൻ്റെ കൂടെ 12 ആഡ് ചെയ്താൽ മതി. ഇനി D ബ്ലോക്ക് ആണെങ്കിലോ നമുക്ക് എത്ര D ഇലക്ട്രോൺസ് ഉണ്ട് അതും എത്ര S ഇലക്ട്രോൺസ് ഉണ്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അപ്പോൾ കിട്ടുന്ന ആ ഒരു നമ്പർ എന്ന് പറയുന്നതാണ് എന്ത്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ചിലപ്പോൾ ചോദിക്കാൻ ഒരു അറ്റോമിക് നമ്പർ തരാം. ഫോർ എക്സാമ്പിൾ അറ്റോമിക് നമ്പർ Z = 25. അറ്റോമിക് നമ്പർ Z25 ആകുന്ന അതിൻ്റെ പീരീഡ് എന്താണ്, ഗ്രൂപ്പ് എന്താണ്, അത് ഏത് ബ്ലോക്കിലാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്ത് നോക്കിയാൽ അത് അറിയാൻ പറ്റുള്ളൂ. സോ അത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ് അതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. സോ ഫസ്റ്റ് ഒരു യൂണിറ്റ്, ഫസ്റ്റ് ഒരു പാർട്ട് നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.